പ്രിയ സഹോദരി സഹോദരന്മാരെ, ചില നഷ്ടങ്ങൾ, കഷ്ടങ്ങൾ, പ്രശ്നങ്ങൾ, നിരാശയുടെ അനുഭവങ്ങൾ, കണ്ണുനീരിൻ്റെ അവസ്ഥകൾ, ഒറ്റപ്പെടലിൻ്റെ അനുഭവങ്ങൾ, സാമ്പത്തിക ചോർച്ചകൾ, എല്ലാവരും കൈവിട്ട അനുഭവങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ നീ തളർന്നു പോകരുത്. കാരണം അതിനും വലിയ നന്മ നിന്നെ കാത്തിരിക്കുന്നു. ദൈവം നിനക്കായി കരുതി വച്ചിരിക്കുന്നു. വിശ്വസിക്കുന്നവർ മാത്രം എന്നോടൊപ്പം കടന്നു വന്നാട്ടെ. ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്നുകൊണ്ട് അനവധി മീഡിയയിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളെല്ലാം മാന്യ പ്രേക്ഷകരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡ് നിമിത്തമായിട്ട് അനേകർക്ക് ആശ്വാസം ലഭിച്ചു എന്ന് കേട്ടതിൽ ദൈവത്തെ സ്തുതിക്കും. നിശ്ചയമായിട്ടും ഇന്നത്തെ എപ്പിസോഡിലൂടെ സ്വർഗസ്ഥനായ ദൈവം നിങ്ങളോട് കരുണ കാണിക്കാൻ പോകുകയാണ്. ഫേസ്ബുക്ക് പേജിനകത്തൂടെ, യൂട്യൂബ് ചാനലിലൂടെ, മറ്റ് മീഡിയയിലൂടെയൊക്കെ ഞങ്ങളെ കാണുന്ന, ശ്രദ്ധിക്കുന്ന ഏവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൂടാതെ തന്നെ ആദ്യമായിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ലോകത്തിന് നാനാഭാഗത്ത് ചിതറി പാർക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയെയും വന്ദനത്തെയും ഈ അവസരത്തിൽ ഞങ്ങൾ അറിയിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സപ്പോർട്ടുമൊക്കെ ഞങ്ങളെ നിലനിർത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യമാണ്. ഇന്ന് ഈ എപ്പിസോഡ് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഇറ്റലിയിലുള്ള ഒരു പ്രിയ ഭവനത്തെ നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോകുകയാണ്. വിശേഷിച്ച് രേഖ സിസ്റ്ററേയും കുടുംബത്തെയും ഒക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. മകൾ എലിസയ്ക്ക് വേണ്ടിയിട്ട് ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് അപേക്ഷിച്ചിരിക്കുകയാണ്. സ്വർഗസ്ഥനായ ദൈവം ഈ കുടുംബത്തോട് കരുണ കാണിക്കേണ്ടതിന് നമുക്ക് ഒരുമിച്ച് ഈ ഭവനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ കുടുംബത്തിന് ദൈവം ദാനമായി കൊടുത്ത മകൾ എലിസയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ മകൾ എലിസയെ സ്വർഗസ്ഥനായ ദൈവം അനുഗ്രഹിക്കേണ്ടതിനും മാതാപിതാക്കന്മാർക്ക് പ്രിയ മക്കളൊരു അനുഗ്രഹമായി മാറണം. അനേക പ്രിയപ്പെട്ടവർക്ക് എലിസ മകൾ ഒരു ആശ്വാസകരമായി മാറട്ടെ എന്ന് അവസരത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മാതാപിതാക്കന്മാർക്ക് വിധേയപ്പെട്ട് കീഴ്പ്പെട്ട് വളർന്നു വരേണ്ടതിന് പ്രത്യേകം പ്രാർത്ഥന ചോദിച്ചിരിക്കുകയാണ്. ഇറ്റലിയുടെ ദേശത്ത് പ്രിയ കുടുംബം ഒരു അനുഗ്രഹമായി തീരട്ടെ. കർത്താവിൻ്റെ ഫേവർ ഈ വർഷം ഉടനീളം ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ വിഷയങ്ങൾക്കെല്ലാം മറുപടി ഈ ദിവസങ്ങൾ ഉണ്ടാകട്ടെ. അത്ഭുതങ്ങൾ നടക്കട്ടെ. സാമ്പത്തികമായിട്ടുള്ള വളർച്ചയുണ്ടാകട്ടെ. ജോലി സ്ഥലത്ത് മാനിക്കപ്പെടട്ടെ. ദൈവിക സമാധാനം വാഴട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നന്മകളാൽ നിറയട്ടെ എന്നും കൂടി ഈ അവസരത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് ഇറ്റലിയിലായിരിക്കുന്ന രേഖ സിസ്റ്ററും കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ പ്രിയ കുടുംബത്തെ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഈ കുടുംബത്തിന് ദൈവം ദാനമായി കൊടുത്ത മകൾ എലിസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയ മകൾ എലിസ സ്വർഗസ്ഥനായ ദൈവം അനുഗ്രഹിക്കേണ്ടതിന് മാതാപിതാക്കന്മാരാൽ ഈ മാതാപിതാക്കന്മാർ നിമിത്തമായിട്ട് ഈ കുഞ്ഞ് ഏറ്റവും അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. അനേക പ്രിയപ്പെട്ടവർക്ക് എലിസ മകൾ ഒരു ആശ്വാസകരമായി മാറട്ടെ. പ്രത്യേകിച്ചും മാതാപിതാക്കന്മാർക്ക് കീഴ്പ്പെട്ട് വിധേയപ്പെട്ട് മുൻപോട്ട് വളർന്നു വരേണ്ടത് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇറ്റലിയുടെ ദേശത്ത് പ്രിയ കുടുംബം ഒരു അനുഗ്രഹമായി തീരട്ടെ. കർത്താവിൻ്റെ ഫേവർ ഈ വർഷം ഉടനീളം ഈ ഭവനത്തിൽ ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും മറുപടി ഉണ്ടാകട്ടെ. അത്ഭുതങ്ങൾ നടക്കട്ടെ. സാമ്പത്തിക ഉയർച്ച പ്രാപിക്കട്ടെ. ദൈവിക സമാധാനം വാഴട്ടെ. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മകളാൽ നിറയട്ടെ എന്നും കൂടി അവസരത്തിൽ ഈ കുടുംബത്തെ നോക്കി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മയുടെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. തുടർന്ന് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ നമ്മൾ ശ്രവിക്കാൻ പോകുകയാണ്. വളരെ പ്രതീക്ഷയോടെ, വളരെ പ്രാർത്ഥനയോടുകൂടെ ഏവരെയും ഒരിക്കൽ കൂടി ഈ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, ഒരിക്കൽ കൂടെ നിങ്ങളുടെ നടുവിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനമായി ഓടിയെത്താൻ കഴിഞ്ഞതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് ഞങ്ങളുടെ സന്ദേശത്തിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് പ്രാർത്ഥന തടസ്സത്തെ മറികടക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ നിങ്ങളിലേക്ക് കൈമാറാനായിട്ട് ദൈവം ഞങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൂതുകൾ ഈ അവസരത്തിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് കൈമാറുകയാണ്. ശ്രദ്ധിച്ചാട്ടെ, ഇസ്രായേൽ ജനത്തിന് പ്രാർത്ഥിക്കാനുള്ള ദാഹം ജനിക്കുന്നത് ദൈവവുമായിട്ടുള്ള
ഉടമ്പടിയിൽ നിന്നാണ്. ഇസ്രായേൽ ജനത്തിന് പ്രാർത്ഥിക്കാൻ, ദൈവമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കാൻ അവരുടെ ഉള്ളിൽ ഒരു ദാഹം ഉണ്ടായത് ദൈവമായിട്ടുള്ള ഉടമ്പടിയിൽ നിന്നാണ്. ഇതേപോലെ തന്നെ ദൈവമായിട്ട് നാം ഉടമ്പടി ചെയ്യുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരു ദാഹമുണ്ടാകുകയാണ്. കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ ഒരു ദാഹമുണ്ടാകുകയാണ്. ദൈവമായിട്ടൊരു ഉടമ്പടിയിൽ എത്തപ്പെടുമ്പോൾ നമ്മൾ മറ്റെല്ലാ ഘടകങ്ങളും മാറ്റിവെച്ച് ദൈവിക സന്ദേശത്തിന് അല്ലെങ്കിൽ വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരായി മാറും. തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ തങ്ങളെ സൃഷ്ടിച്ചതിനും അത്ഭുതകരമായി പരിപാലിക്കുന്നതിനും ദൈവത്തിന് കൃതജ്ഞതയും സന്തോഷവും അവർ അർപ്പിച്ചിരുന്നു. ദൈവത്തോട് പലപ്പോഴും അവർ നന്ദിയുള്ളവരായി മാറി. അവര് ദൈവം നടത്തിയ അനുഭവങ്ങൾ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്ന അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു. സഹോദരങ്ങളെ, ദൈവം നടത്തിയ അനുഭവങ്ങൾ തിരിഞ്ഞ് നോക്കുമ്പോൾ നമുക്കും ദൈവസന്നിധിയിൽ നന്ദി പറയാനായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അങ്ങനെ ദൈവമായിട്ട് ഗാഢബന്ധം പുലർത്താൻ അവിടുത്തെ വചനങ്ങൾ അവർക്ക് പ്രചോദനം നൽകി. ഇന്ന് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന വചനം നിങ്ങൾക്ക് പ്രചോദനമായി മാറുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. നിങ്ങൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം നിങ്ങളെ ജീവിപ്പിക്കാൻ പോകുന്നു. നിങ്ങൾക്കൊരു പ്രചോദനമായി മാറാൻ പോകുന്നു. നിങ്ങൾ ഈ വചന നിമിത്തമായി അനുഗ്രഹിക്കപ്പെടാൻ പോകുകയാണ്. ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്ന അവബോധവും ദൈവം അവരുടെ സ്വന്തമെന്ന അറിവും ഉടമ്പടിയിൽ ആഴപ്പെടാൻ അവരെ സഹായിക്കുകയാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തമെന്ന് നിങ്ങളുടെ ഉള്ളിൽ ഒരു തോന്നലുണ്ടാകുമ്പോൾ, നിങ്ങൾ ദൈവത്തിൻ്റെ ജനമെന്ന് നിങ്ങളുടെ മനസ്സ് പറയുമ്പോൾ, ദൈവമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കാൻ നിങ്ങൾക്കും ഇടയായിത്തീരും. അങ്ങനെ ആരാധനയ്ക്കായി ഒരുമിച്ചവർ കൂടുമ്പോൾ സങ്കീർത്തനങ്ങൾ പാടി അവർ ദൈവത്തെ സ്തുതിച്ചിരുന്നു. അതാണ് സങ്കീർത്തന പുസ്തകത്തിൽ പല സ്ഥലങ്ങളിലും ദൈവത്തോട് നന്ദി പറയുന്ന അനുഭവങ്ങൾ നമ്മൾ സങ്കീർത്തന പുസ്തകത്തിലൂടെ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത്. പല വിഷയങ്ങളിൽ അവർ ദൈവത്തോട് നന്ദി പറഞ്ഞിരുന്നു. രോഗത്തിൽ നിന്നും അപകടത്തിൽ നിന്നും രക്ഷപ്പെടുന്ന നേരത്ത്, പ്രതികൂല സാഹചര്യങ്ങളിൽ അകപ്പെട്ടു പോകേണ്ട സമയത്ത് ദൈവം അവരെ രക്ഷിച്ചത് കൊണ്ട് അവർ സങ്കീർത്തനങ്ങളിലൂടെ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയിരുന്നു. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ രോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, അപകടത്തിൽ നിന്ന്, പ്രതിസന്ധിയിൽ നിന്ന്, പ്രതികൂലത്തിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു മോചനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കും സങ്കീർത്തനത്തോടെ അല്ലെങ്കിൽ സ്തുതിയോടെ, സ്തോത്രത്തോടെ ദൈവത്തെ സ്തുതിച്ചു മഹത്വപ്പെടുത്താനിടയായി തീരട്ടെ എന്ന ഈ എപ്പിസോഡിലൂടെ നിങ്ങളോട് അറിയിക്കട്ടെ. 55 സങ്കീർത്തനം 17 വാക്യം നോക്കൂ. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. രാവിലെയും വൈകുന്നേരത്ത് ഉച്ചയ്ക്ക് സങ്കടം ബോധിപ്പിച്ച് കരയുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു നല്ല ദൈവം നമുക്കായിട്ട് ഉയരങ്ങളിൽ ഇന്നും ജീവിക്കുകയാണ്. ഇനി ശ്രദ്ധിച്ചാട്ടെ, പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായ യേശു കർത്താവ് എപ്പോഴും പിതാവുമായിട്ട് ഗാഢബന്ധത്തിൽ ആയിരുന്നു എന്നറിയുക. അവിടുത്തെ ജീവിതവും പ്രവർത്തനങ്ങളും പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായിരുന്നു. മർക്കോസ് 1:35 ശ്രദ്ധിച്ചാലും അധികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. പ്രഭാതത്തിലും സായാഹ്നവേളയിലും രാത്രിയിലും കർത്താവ് പ്രാർത്ഥിച്ചിരുന്നെന്ന് അറിയുക. നമ്മുടെ കർത്താവ് പ്രാർത്ഥിച്ചെങ്കിൽ നമ്മളും പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണെന്നറിയുക. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടും അറിയിക്കുന്നു, സ്വർഗസ്ഥനായ ദൈവം പല സന്ദർഭങ്ങളിൽ പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ ഈ ദിവസങ്ങളിൽ
പ്രാർത്ഥിക്കാൻ ഒരു മനസ്സുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ നിങ്ങളെ ഓർത്ത് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുകയാണ്. ഇനി ലൂക്കോസ് 6:12 നോക്കൂ. ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്നു. ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. രാത്രിയുടെ യാമങ്ങളിലുള്ള പ്രാർത്ഥന, രാത്രിയുടെ യാമങ്ങളിൽ കണ്ണുനീരോടുള്ള പ്രാർത്ഥന നിന്റെ വിഷയത്തിനു മറുപടി ഒരുക്കി തരുമെന്നറിയുക. ഇനി ശ്രദ്ധിച്ചാട്ടെ, കർത്താവ് പ്രാർത്ഥിച്ചിരുന്ന വേളകൾ നമ്മൾ ഒന്ന് നോക്കാനായിട്ട് പോകുകയാണ്. ഏതൊക്കെ മേഖലയിലാണ് കർത്താവ് പ്രാർത്ഥിച്ചിരുന്നത്? ഒന്ന്, ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുന്നതിന് മുന്നമേ കർത്താവ് പ്രാർത്ഥിച്ചിരുന്നു എന്നറിയുക. 2, ലാസറിനെ ഉയർപ്പിക്കുന്നതിന് തൊട്ടു മുമ്പ് കർത്താവ് പ്രാർത്ഥിച്ചിരുന്നു. 3, പരസ്യ ജീവിതത്തിൻ്റെ വേളയിൽ കർത്താവ് പ്രാർത്ഥിച്ചിരുന്നു. 4, ഗത്സമനിയിൽ തൻ്റെ പീഡാനുഭവത്തിന് മുൻപ് കർത്താവ് പ്രാർത്ഥിച്ചിരുന്നു. 5, ക്രൂശിൽ കിടന്ന നേരത്ത് കർത്താവ് പ്രാർത്ഥിച്ചു. അങ്ങനെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ യേശു ക്രിസ്തു പ്രാർത്ഥിച്ചിരുന്നതായിട്ട് വേദപുസ്തകം പഠിക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുന്നമേ, ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുന്നമേ, പരസ്യ ജീവിതത്തിന്റെ വേളകളിൽ, ഗത്സമനയിൽ തൻ്റെ പീഡാനുഭവത്തിന് മുന്നമേ, ക്രൂശിൽ കിടന്നൊക്കെ കർത്താവ് പ്രാർത്ഥിച്ചിരുന്നു. ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്. നിന്റെ പ്രാർത്ഥനയ്ക്ക് അധികം വൈകാതെ മറുപടി സ്വർഗസ്ഥനായ ദൈവം നൽകി തരാൻ പോകുകയാണ്. പൗലോസിനെയും ശീലാസിനെയും പ്രേക്ഷിത ശുശ്രൂഷയ്ക്കായി അയക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിരുന്നതാണ് ബൈബിളിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. പ്രേക്ഷിത ശുശ്രൂഷയ്ക്ക് പോകുന്നതിന് മുന്നമേ പ്രാർത്ഥിച്ചിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 13:3, അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചു, അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. പ്രാർത്ഥനയ്ക്കായി പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പോകുമ്പോഴാണ് ദേവാലയ കവാടത്തിൽ കിടന്ന മുടന്തനായ മനുഷ്യനെ പത്രോസ് യേശു കർത്താവിന്റെ നാമത്തിൽ സുഖപ്പെടുത്തുന്നത്. അപ്പോൾ വലിയൊരു സൗഖ്യം നടത്തുന്നതിന് മുന്നമേ പ്രാർത്ഥനയ്ക്കായിട്ട് പോകുന്ന നേരത്ത് ആ വലിയ ദൈവപ്രവൃത്തി സംഭവിക്കുകയാണ്. കണ്ണുനീരോടെ ദീർഘമണിക്കൂറുകൾ രാവും പകലും പ്രാർത്ഥിക്കുന്ന, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും രാത്രി യാമങ്ങളിലൊക്കെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിന്റെ പ്രാർത്ഥനയ്ക്ക് അധികം താമസിക്കാതെ മറുപടി സ്വർഗസ്ഥനായ ദൈവം നൽകി തരുമെന്നറിയുക. ഇനി അപ്പോസ്തലപ്രവൃത്തി 16:25 നോക്കുക. അർദ്ധരാത്രിക്ക്, വീണ്ടും ആ സെന്റൻസ് വായിക്കുന്ന, അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു, തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഇനി ശ്രദ്ധിച്ചാട്ടെ, നാം പ്രാർത്ഥിക്കേണ്ടത് ആരോട് ആയിരിക്കണം? ഏതൊക്കെ സാഹചര്യങ്ങളിൽ കർത്താവ് പ്രാർത്ഥിച്ചിരുന്നു എന്നതിനെ പറ്റി നാം ചിന്തിച്ചു. ഇനി നാം പ്രാർത്ഥിക്കേണ്ടത് ആരോടാണ്? നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പിതാവാം ദൈവത്തോടും പുത്രനാം ദൈവത്തോടുമാണെന്ന് അറിയുക. പത്രോസ് കാരാഗൃഹത്തിലായിരുന്നപ്പോൾ സഭ ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിച്ചിരുന്നു. കാരാഗൃഹത്തിൽ കിടക്കുകയാണ്. മാനുഷികമായി നോക്കുമ്പോൾ പുറത്തു കടക്കാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല. എന്നാൽ സഭ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുകയാണ്. ശ്രദ്ധിച്ചാട്ടെ, പ്രപഞ്ചത്തിന്റെ സർവാധികാരിയും പരിപാലകനുമായ ദൈവം തന്നെയാണ് പ്രാർത്ഥന സ്വീകരിപ്പാൻ യോഗ്യനെന്നറിയുക. പ്രാർത്ഥന സ്വീകരിപ്പാൻ, അംഗീകരിപ്പാൻ യോഗ്യൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാം ദൈവം. അതാണ് നെഹമ്യാവ് 4:9 കാണുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചാട്ടെ, ഞങ്ങളോ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഇനി യോഹന്നാൻ 16:23 നോക്കിയേ. അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കയില്ല. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ചിലത് നൽകിത്തരാൻ, ഈ 5-ാമത്തെ മാസത്തിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകിത്തരാൻ കർത്താവ് വിശ്വസ്തനാണെന്നറിയുക. യൂറോപ്യൻ ദേശത്തിരുന്നു കൊണ്ട്, സ്വിറ്റ്സർലൻഡിൽ ഇരുന്നു കൊണ്ട് ഒരു പ്രിയ കുടുംബം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുകയാണ്.
കർത്താവിൻ്റെ നാമമഹത്വത്തിനായിട്ട് ഇന്ന് ഒരു പ്രവചന ശബ്ദം നിങ്ങളോട് പറയുന്നു. ഈ 5-ാമത്തെ മാസത്തിൻ്റെ അവസാനത്തോടുകൂടെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ഇന്ന് ശക്തമായിട്ട് പരിശുദ്ധാത്മം നിങ്ങളെ നോക്കി ആലോചനയായിട്ട് അറിയിക്കുകയാണ്. ബോംബെയുടെ ദേശത്തിരുന്നു കൊണ്ട് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. സഹോദരങ്ങളെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി അതിവേഗത്തിൽ ലഭിക്കുകയാണ്. ചെന്നൈയുടെ ദേശത്തിരുന്നു കൊണ്ട് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നിങ്ങൾക്ക് വേണ്ടി ദൈവം അത്ഭുതത്തെ ചെയ്യാൻ പോകുന്നു. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാൻ പോകുന്നു. കോയമ്പത്തൂരിന്റെ ദേശത്തിരുന്നു കൊണ്ട് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവർ, നോർത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നു, ഡൽഹിയുടെ ഭാഗത്തിരുന്നു കൊണ്ട് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവർ, പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നിന്റെ പ്രാർത്ഥനയ്ക്ക് സ്വർഗസ്ഥനായ ദൈവം മറുപടി നൽകി തരാൻ പോകുകയാണ്. തിരുവനന്തപുരം ജില്ലയുടെ വ്യത്യസ്ത മേഖലയിൽ ഇരുന്നു കൊണ്ട് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ദൈവം അത്ഭുതത്തെ ചെയ്യാൻ പോകുന്നു. എറണാകുളത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവർ ഉണ്ട്. നിന്റെ പ്രാർത്ഥനയ്ക്ക് സ്വർഗസ്ഥനായ ദൈവം മറുപടി തരാൻ പോകുന്നു. ആഫ്രിക്കയുടെ ദേശത്തിരുന്നു കൊണ്ട് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരുണ്ട്. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി അധികം വൈകാതെ ലഭിക്കാൻ പോകുകയാണ്. ശ്രദ്ധിച്ചാട്ടെ, ആദിമ സഭ യേശു ക്രിസ്തുവിനെ സംബോധന ചെയ്ത് പ്രാർത്ഥിച്ചിരുന്നതായി പുതിയ നിയമത്തിൽ പല ഇടങ്ങളിലും കാണാവുന്നതാണ്. അപ്പോസ്തല പ്രവൃത്തി 7:59 ശ്രദ്ധിച്ചാട്ടെ. കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തെഫാനോസ് വിളിച്ചപേക്ഷിക്കയിൽ അവർ അവനെ കല്ലെറിഞ്ഞു. ഇനി ശ്രദ്ധിച്ചാട്ടെ, പരിശുദ്ധാത്മാവ് ദൈവം ആകയാൽ പരിശുദ്ധാത്മാവും ആരാധനയ്ക്ക് അർഹനാണെന്നറിയുക. പരിശുദ്ധാത്മാവ് ദൈവം ആയിരിക്കെ പരിശുദ്ധാത്മാവും ആരാധനയ്ക്ക് അർഹനാണ്. പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയെക്കുറിച്ച് 2 കൊരിന്ത്യർ ലേഖനം 13:14 കാണുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളോടെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും നടത്തിപ്പിലും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തോട് അപേക്ഷിക്കുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. വീണ്ടും പറയുന്നു, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നടത്തിപ്പിനാൽ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തോട് അപേക്ഷിക്കുന്നതാണ് പ്രാർത്ഥന. വ്യക്തിപരമായ സഹായത്തിനു വേണ്ടി പ്രത്യേക സാഹചര്യങ്ങളിൽ മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്നും അനവധി വിഷയത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഭൗതിക വിഷയത്തിനു വേണ്ടി സ്വർഗസ്ഥനായ ദൈവം മറുപടി തരാൻ പോകുകയാണ്. ക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ അപ്പത്തിനു വേണ്ടിയും ദുഷ്ടനിൽ നിന്നുമുള്ള മോചനത്തിനു വേണ്ടിയും അപേക്ഷിക്കുകയാണ്. അപ്പോൾ തന്നെ ഓർക്കുക, ജ്ഞാനം കുറവായ വ്യക്തി ജ്ഞാനം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാകുന്നു. നിങ്ങളിൽ ഒരാൾക്ക് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരാൽ വളരെ പ്രതികൂലങ്ങൾ സഹിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ജ്ഞാനത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. അതാണ് യാക്കോബ് 1:5 രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഫലസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. സഹോദരങ്ങളെ, നിങ്ങൾക്ക് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ, നിങ്ങളെ പലരും പരിഹസിച്ചിട്ടുണ്ട്, കളിയാക്കിയിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ദൈവത്തോട് ചോദിച്ചാട്ടെ. നിങ്ങൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കുറവായിരിക്കുന്ന ജ്ഞാനത്തെ അവിടുന്ന് വർദ്ധിപ്പിച്ചു തരാൻ ഇടയായിത്തീരും. പല മാതാപിതാക്കന്മാർ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മക്കൾക്ക് ജ്ഞാനം അല്പം കുറവാണ്, അവര് പരീക്ഷയിൽ അല്പം മാർക്ക് കുറഞ്ഞിരിക്കുന്നു. എന്നാൽ ഭാരപ്പെട്ടുകൊണ്ട് അടുത്ത തവണ വീണ്ടും ശ്രമിച്ചാട്ടെ. അപ്പോൾ തന്നെ നിങ്ങൾ ദൈവത്തോട് ചോദിക്കുക, ജ്ഞാനം ദൈവത്തോട് ചോദിക്കുക. ദൈവം നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടിയിട്ട് ജ്ഞാനത്തെ നൽകി തരുമെന്ന് അറിയുക. കഷ്ടതയിലും പീഡനത്തിലും ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ദൈവം കേൾക്കുകയാണ്. കഷ്ടതയുടെ അനുഭവത്തിലൂടെ കടക്കുമ്പോൾ, പീഡനത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ദൈവം ആ നിലവിളി കേൾക്കുന്നു. 102-ാം സങ്കീർത്തനം 16-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അവൻ അഗതികളുടെ പ്രാർത്ഥന കടാക്ഷിക്കുകയും അവരുടെ പ്രാർത്ഥന നിരസിക്കാതെ ഇരിക്കുകയും
ചെയ്തതുകൊണ്ട് എന്ന ഒരു വാക്യം നമ്മൾ അവിടെ കാണുകയാണ്. ഇനി യാക്കോബ് 5:4 ശ്രദ്ധിക്കുക. നിങ്ങളുടെ നിലങ്ങളെ കൊയ്ത വേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചുവല്ലോ. ശ്രദ്ധിച്ചു കേട്ടാട്ടെ, യാക്കോബിന്റെ ലേഖനത്തിൽ നിന്നാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് അറിയിച്ചു കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങളുടെ അടുക്കൽ നിന്ന് നിലവിളിക്കുന്നു. കൂലി പിടിച്ചു വയ്ക്കുമ്പോൾ അത് നിങ്ങളുടെ അടുക്കൽ കിടന്ന് നിലവിളിക്കുകയാണ്. കൊയ്തവരുടെ മുറവിളി സൈന്യങ്ങളുടെ കർത്താവിന്റെ ചെവിയിൽ എത്തിയിരിക്കുന്നു. ആരാണ് വേലക്കാരുടെ കൂലി പിടിച്ചു വച്ചിരിക്കുന്നത്? ആരെങ്കിലും ഞങ്ങളെ ശ്രദ്ധിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ പിടിച്ചു വച്ചിരിക്കുന്ന ആ നന്മ നിങ്ങൾ റിലീസ് ചെയ്ത് കൊടുക്കുക. അല്ല, നിങ്ങൾ പിടിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ ആ അവരുടെ നിലവിളി സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ചെവിയിൽ എത്തിയിരിക്കുകയാണ്. അത് നിങ്ങൾക്കൊരു പ്രയാസമായി, നിങ്ങൾക്കൊരു ശാപമായി മാറാൻ സാധ്യതയുണ്ട്. പിടിച്ചു വച്ചിരിക്കുന്ന കൂലി പരിശുദ്ധാത്മാവ് ഇന്ന് ഈ ശുശ്രൂഷയിലൂടെ ചില വ്യക്തികളോട് ശക്തമായി അറിയിക്കുകയാണ്. നിങ്ങളുടെ കുടുംബം സാമ്പത്തികമായിട്ട് മെച്ചപ്പെടാതിരിക്കുന്നതിന് പിന്നിൽ ഒരു വലിയ രഹസ്യം ഒളിഞ്ഞു കിടക്കുന്നു. നിങ്ങൾ പലരുടെയും കൂലി പിടിച്ചു വച്ചിരിക്കുകയാണ്. ആ പിടിച്ചു വച്ചിരിക്കുന്ന കൂലി കൊടുത്താട്ടെ. ഇതാ വേദപുസ്തകം പറയുന്നു, അങ്ങനെ അവരുടെ നിലവിളി ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെവിയിൽ എത്തിയിരിക്കുന്നു. നിങ്ങൾ ഇന്ന് തീരുമാനമെടുക്കുക. പിടിച്ചു വച്ചിരിക്കുന്ന കൂലി ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ കൊടുത്തു തീർക്കുക. വിശ്വാസികൾ പരസ്പരം പ്രാർത്ഥിക്കേണ്ടതാകുന്നു. വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ പുതുതായി വിശ്വാസത്തിലേക്ക് വരുന്നവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. അവര് നിലനിന്ന് പോകുവാൻ, കൂടുതൽ അവർ ശക്തമായിട്ട് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. അധികാരത്തിൽ ഇരിക്കുന്നവർക്കായിട്ട് വിശ്വാസികൾ പ്രാർത്ഥിക്കേണ്ടതാണ്. ദൈവഹിതവും അങ്ങനെ പ്രാർത്ഥിക്കുന്നത് ദൈവഹിതവും കൽപ്പനയുമാകുന്നു. കുറച്ച് ദിവസങ്ങളൂടെ കഴിയുമ്പോൾ ഇന്ത്യയിൽ അടുത്ത 5 വർഷത്തേക്ക് ആരാണ് ഭരിക്കാൻ പോകുന്നതെന്ന് റിസൾട്ട് ഉണ്ടാകാനായിട്ട് പോകുകയാണ്. പെട്ടെന്ന് വരും ദിവസങ്ങളിൽ അതുണ്ടാകും. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക. രാജ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനായിട്ട് കഴിയണം. അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് കഴിയണം. വിശ്വാസികളായിരിക്കുന്ന നിങ്ങൾ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ്. 1 പത്രോസ് 2:17 എല്ലാവരെയും ബഹുമാനിപ്പീൻ, സഹോദരവർഗത്തെ സ്നേഹിപ്പീൻ. അടുത്ത സെന്റൻസ്, ദൈവത്തെ ഭയപ്പെടണം, രാജാവിനെ ബഹുമാനിപ്പീൻ എന്ന ഒരു പദത്തോടുകൂടെയാണ് ആ വാക്യം അവസാനിക്കുന്നത്. രാജാവിനെ ബഹുമാനിപ്പിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നാം കടപ്പെട്ടവരാണ്. ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ നാം കടപ്പെട്ടവർ. രാജ്യത്തിനു വേണ്ടി, രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ്. വ്യക്തി ജീവനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ്. പരസ്പരം ഓർത്ത് പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടവരാണ്. അതെ, നിങ്ങളോട് ആരെങ്കിലും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ സമയങ്ങൾ കണ്ടെത്തുക. പ്രാർത്ഥനയുടെ വിവിധ തലത്തെക്കുറിച്ച് ഇന്ന് വളരെ ശക്തമായി പരിശുദ്ധാത്മാവിലൂടെ നിങ്ങളോട് ചില ആലോചനകൾ ഞങ്ങൾ കൈമാറിയിരിക്കുകയാണ്. ഇന്ന് ഈ എപ്പിസോഡ് നിങ്ങൾ കാണുക മാത്രമല്ല, ചില തീരുമാനങ്ങൾ എടുത്താൽ, പ്രാർത്ഥനയ്ക്ക് കുറച്ചുകൂടെ സമയങ്ങൾ വേർതിരിക്കാൻ സമയങ്ങൾ കണ്ടെത്തിയാൽ, പ്രാർത്ഥന ഒരു ശീലമാക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ 2024 നിങ്ങൾ ബുദ്ധിമുട്ടേണ്ടി വരത്തില്ല. പ്രതികൂലത്തിൽ അകപ്പെട്ടു പോകേണ്ടി വരത്തില്ല. ദൈവത്തിൻ്റെ ഫേവർ നിങ്ങളോടുകൂടെ വെളിപ്പെടുകയും നിങ്ങൾ ഓരോ ദിവസവും, ഓരോ മിനിറ്റും, ഓരോ സെക്കൻഡും വളരെ ആശ്വാസത്തോടുകൂടെ മുന്നോട്ട് യാത്ര ചെയ്യുന്നവരുമായിരിക്കുമെന്ന് ഈ അവസരത്തിൽ വീണ്ടും അറിയിക്കുകയാണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട്, നാട്ടിൻ പുറത്തൊക്കെ ഇരുന്നു കൊണ്ട് വിവിധ മീഡിയയിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരോട് ശക്തമായിട്ട് ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ വീണ്ടും പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. കഴിഞ്ഞ ചില നാളുകളായിട്ട്, വർഷങ്ങളായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾ കഴിഞ്ഞ ദിവസവും പലരോടും പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചു മടുത്തു, ഇനി ഞാൻ ആ വിഷയത്തിന് പ്രാർത്ഥിക്കുന്നില്ല. ഇല്ല, വീണ്ടും നിങ്ങൾ ആ വിഷയത്തിന് വേണ്ടി, ഏത് വിഷയത്തിന് വേണ്ടിയിട്ടാണോ പ്രാർത്ഥിച്ചു നിർത്തിയത്, അതേ വിഷയത്തിന് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുക. സ്വർഗസ്ഥനായ ദൈവം അധികം വൈകാതെ അതിൻ്റെ മറുപടി നിങ്ങളുടെ കരങ്ങളിൽ നൽകി തരുമെന്ന് അറിയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് അഞ്ജു.
മഞ്ജു. മാവേലിക്കരയാണ് എൻ്റെ സ്വന്തം സ്ഥലം, ആലപ്പുഴ. ഞാൻ OET 2022 OET എക്സാം മെയിൽ പാസ്സായി. അപ്പോൾ അയർലൻഡ് സ്കോറായിരുന്നു കിട്ടിയത്. അയർലൻഡ് പ്രോസസ്സിംഗ് ഒക്കെ പെട്ടെന്ന് നടക്കുമായിരുന്നു. പക്ഷെ ഒരു ഇടയ്ക്ക് വന്നപ്പോഴത്തേന് പെട്ടെന്ന് അങ്ങ് സ്റ്റോപ്പ് ആയതുപോലെ ആയിപ്പോയി. അങ്ങനെ ഞാൻ വളരെ വിഷമിച്ച് ഞാൻ ബ്രദറിന് മെസ്സേജ് അയച്ചു. ബ്രദർ പറഞ്ഞു ഒന്നുകൊണ്ടും പേടിക്കേണ്ട, 2023 നവംബർ ആകുമ്പോഴത്തേന് പോകാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാൽ പോലും എനിക്കൊരു വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ എപ്പോഴും ബ്രദറിനെ, എനിക്കൊരു വിഷമം വരുമ്പോൾ ബ്രദറിനെ വിളിക്കുമ്പോൾ ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഉള്ള എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അവരോട് പറയാം എന്നൊക്കെ പറഞ്ഞ് എന്നെ സമാധാനപ്പെടുത്തുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞാൻ 2023 ഒക്ടോബറിൽ ഞാനിവിടെ 9-ാം തീയതി ഇവിടെ വന്നു. 14-ാം തീയതി എക്സാം എഴുതി. ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ദൈവത്തിൻ്റെ കൃപയാൽ പാസ്സായി. എല്ലാവരുടെയും പ്രാർത്ഥനയായിരുന്നു. ഇതുവരെ എനിക്ക് ജോലിയൊന്നും ശരിയായിട്ടില്ല. പിന്നെ കുറേ പിൻ നമ്പരൊക്കെ കിട്ടാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. എനിക്ക് എല്ലാ കാര്യങ്ങളും നടത്തി തന്ന ദൈവത്തിന് 1000 നന്ദി പറയുന്നു. പിന്നെ ബ്രദറിനെയും ബ്രദറിൻ്റെ ഗ്രൂപ്പിനെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇനി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് ഇന്നത്തെ എപ്പിസോഡ് സപ്പോർട്ട് ചെയ്ത ഇറ്റലിയിലുള്ള ഞങ്ങളുടെ കുടുംബത്തെ യേശു കർത്താവിൻ്റെ നാമം ചൊല്ലി ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്. ആരാണ് അകാല നരനിമിത്തമായിട്ട് ഭാരപ്പെട്ടിരിക്കുന്നത്? യേശു കർത്താവിൻ്റെ നാമത്തിൽ ഒരു അത്ഭുത വിടുതൽ നടക്കട്ടെ എന്ന് ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ചുഴലി നിമിത്തം പ്രയാസപ്പെടുന്നവരാരാണ്? യേശു കർത്താവിൻ്റെ നാമത്തിൽ ഒരു അത്ഭുത സൗഖ്യം ഈ ശുശ്രൂഷ നിമിത്തം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ അമിതമായിട്ട് വിയർപ്പ് നിമിത്തം മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ആരാണ്? യേശു കർത്താവിൻ്റെ നാമത്തിൽ അത്ഭുത വിടുതൽ നടക്കട്ടെ എന്ന് ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ എന്ത് ആഹാരം കഴിച്ചാലും പുളിച്ച് തികട്ടുന്ന അവസ്ഥ, ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, ആ നിലയിൽ ഭാരപ്പെടുന്നവർ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആരാണ് ക്യാൻസർ നിമിത്തം വളരെ കഷ്ടപ്പെടുന്നത്? യേശു കർത്താവിൻ്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ. അതുപോലെ അലർജി നിമിത്തം ഭാരപ്പെടുന്നവർ, പ്രത്യേകിച്ച് ശരീരം മുഴുവൻ ചൊറിഞ്ഞു തടിക്കുന്ന അവസ്ഥ, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുത വിടുതൽ സംഭവിക്കട്ടെ. രോഗാത്മാവിന്റെ ശക്തികൾ യേശു കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സമാധാന അന്തരീക്ഷത്തിൽ സകല ജനത്തെയും കാക്കുമാറാകണമേ. യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. സഹോദരങ്ങൾ, ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് വളരെ വളരെ പ്രയോജനപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കട്ടെ. അപ്പോൾ അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ചാനൽ വീണ്ടും കണ്ടുമുട്ടാം. ഈ ശുശ്രൂഷയെക്കുറിച്ച് നിങ്ങളുടെ സ്നേഹിതന്മാരോടും അറിയിക്കുക. സ്വർഗസ്ഥനായ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മേ ഗോഡ് ബ്ലസ് യു. ആമേൻ.